ഇതിൽ നമുക്ക് കിച്ചൺ ടൂൾസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കിച്ചൺ ടൂൾസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്യാബിനറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്കതെങ്ങനെ അലൈൻ ചെയ്യാൻ നോക്കാം. ഇതിലിപ്പോൾ ഞാൻ യൂണിറ്റ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ട് അതെങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇത് വെച്ചു. കുറച്ച് യൂണിറ്റ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യണം. ഞാൻ നോർമലി ജസ്റ്റ് കുറച്ച് 2 ഡബിൾ ഡോർ യൂണിറ്റ് ഞാൻ കുറച്ച് സെറ്റ് ചെയ്യണം. പിന്നെ അതിനകത്ത് ഞാനിനി കുറച്ച് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഹാൻഡിൽസ് അറേഞ്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് പറയാം. ഹാൻഡിൽസ് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് 2 ഹാൻഡിൽസ് നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. അതിലൊരു നോബും പിന്നെ ഒരു നോർമൽ ഹാൻഡിൽ പിന്നെ ഒരു പ്രൊഫൈൽ ഹാൻഡിൽ, ഇങ്ങനെ നമ്മൾ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹാൻഡിലല്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഞാൻ ഡോറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡോറ് സെലക്ട് ചെയ്യാൻ പറ്റും. ഡോറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൈൽ റീപ്ലേസിൽ പോയിട്ടുണ്ടെങ്കിൽ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നോബ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ റീപ്ലേസ് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന ഒരു നോബിൻ്റെ കോഡ് 79 ആണ്. അതൊന്ന് എൻ്റർ ചെയ്ത് കഴിയുമ്പം മോഡൽ സ്റ്റൈൽ ഫുൾ 79 എന്നുള്ളൊരു ഹാൻഡിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക് അങ്ങനെ വന്നോളൂ ഹാൻഡിൽ. ഇനി നെക്സ്റ്റ് നമുക്ക് അത് കോപ്പി ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, എൻ്റർ അടിക്കാം, ക്ലിക്ക് ചെയ്യാം, സോറി എം അല്ല എൻ എൻ്റർ അടിക്കാം. ക്യാപിറ്റൽ എൻ എൻ്റർ അടിച്ചിട്ട് നമുക്ക് ആ ഒരു ഡോറ് നമ്മൾ കോപ്പി ചെയ്തിട്ട് നെക്സ്റ്റ് ഡോറിൽ പോയി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിം ഹാൻഡിൽ അവിടെ വന്നോളൂ. അപ്പോൾ എൻ്റർ കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഇനി അത് സെയിം ഒരു ഹാൻഡിൽ എനിക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ടോപ്പിൽ ഗ്രാനൈറ്റ് ഇടാം. ഗ്രാനൈറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പം അതിന് മുൻപ് നമുക്ക് വോളിനോട് ചേർന്ന് വരുന്ന പോർഷൻസിൽ നമ്മൾ ഫില്ലിംഗ് പീസ് കൊടുക്കാറുണ്ട്. ആ ഫില്ലിംഗ് പീസ് കൊടുക്കുന്നത് ജസ്റ്റ് നമ്മൾ പാനലിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പാനൽ എടുക്കാം. പാനലെടുത്ത് നമുക്ക് ജസ്റ്റ് പാനൽ സെലക്ട് ചെയ്ത് എൻ്റർ എടുക്കാം. ഒരു പാനൽ ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനൽ ഞാൻ മൂവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ തിക്നെസ് വന്നിട്ട് ഞാൻ 14 കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് കൊടുക്കുന്നത് 40 ആണ്. ആ ഒരു 40ൽ ഞാൻ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് മൂവ് ചെയ്ത് 57 ആണ് നമ്മളുടെ യൂണിറ്റ്. ആ 57 യൂണിറ്റ് ഞാനിപ്പോൾ ഈ ഒരു പാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പാനലിലൂടെ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് അതനുസരിച്ച് ഈ യൂണിറ്റ് ഞാനൊന്ന് മൂവ് ചെയ്ത് വെക്കാണ്. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എനിക്കിനകത്ത് ഞാനൊരു കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ എനിക്ക് ചെയ്യേണ്ടത് ഏതൊക്കെ യൂണിറ്റിലാണ് കൗണ്ടർ ടോപ്പ് വേണ്ടത് ആ കൗണ്ടർ ടോപ്പ് വരുന്ന യൂണിറ്റെല്ലാം ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കോപ്പി ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ 3 യൂണിറ്റിൽ കൗണ്ടർ ടോപ്പായിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് വേണം, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഈ ഒരു 3 ക്യാബിനറ്റ് ഞാനിപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കോപ്പി എടുത്തിട്ടുണ്ട്, സെലക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഒരു ടൂളിൽ വന്നിട്ട് കൗണ്ടർ ടോപ്പ്, ഇതിൽ കുറേ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് സ്കേർട്ടിംഗ് ആണ്. സ്കേർട്ടിംഗ് കൊടുക്കുന്ന